കോഴിക്കോട് മടവൂർ പഞ്ചായത്തിൽ നിന്ന് എ കെ അഭിലാഷ് ചേരുന്നുണ്ട്. എ കെ അഭിലാഷ്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 10-ാം വാർഡിൽ, മടവൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അത് നേരത്തെ നമ്മൾ ഈ പ്രശ്നങ്ങൾ കണ്ടിരുന്നു, അതായത് ഈ മെഷീനിൽ തകരാറുകൾ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ പലയിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, വോട്ട് താമര ചിഹ്നത്തിൽ പതിയുന്നു എന്നുള്ളൊരു ആരോപണമാണ്. അത് വലിയൊരു ആരോപണം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും വലിയൊരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മടവൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ്. 10-ാം വാർഡിലെ 1-2 ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ 1-ാം ബൂത്തിലെ വോട്ട് താമര ചിഹ്നത്തിലും അതോടൊപ്പം തന്നെ 2-ാം ബൂത്തിലെ വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും പതിയുന്നു എന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ ഒരു പരാതി. അതോടൊപ്പം തന്നെ ഇത് റാൻഡമായിട്ടാണ്, അത് തുടർച്ചയായിട്ടല്ല ഇത്തരത്തിൽ വോട്ട് പതിയുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും UDFന്റെ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി? ഞാൻ സോഷ്മ സുർജിത്ത്, UDFന്റെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ബൂത്തിൽ രണ്ടാമത്തെ ഒരു വോട്ടർ ഏകദേശം ഒരു 11:30 സമയമായിട്ടുണ്ടാവും. ഒരു 60%ഓളം വോട്ട് നമ്മൾ രേഖപ്പെടുത്തിയ സമയത്താണ് ഒരു വോട്ടർ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ സമയത്ത് അത് കൃത്യമായി താമരയ്ക്ക് ലൈറ്റ് കത്തിയ സമയത്ത് അവർ ആ ബട്ടണിൽ നിന്ന് കൈ എടുക്കാതെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ വിളിച്ചിട്ട് അവർ വൈകാരികമായി പറഞ്ഞുപോയി, ഞാനിങ്ങനെ കോണിക്ക് കുത്തിയതാണ്, പക്ഷേ ഈ ചിഹ്നത്തിനാണ് പിന്നെ ലൈറ്റ് കത്തിയതെന്ന് അവർ കൈ എടുക്കാതെ തന്നെ ഉദ്യോഗസ്ഥനെ അറിയിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം അപ്പോൾ പറഞ്ഞത് നിങ്ങൾ അത് വിട്ട് അടുത്തത് ചെയ്യൂ എന്നാണ്. ആ പ്രകാരം അവർ ബ്ലോക്കും ജില്ലയും രേഖപ്പെടുത്തി. പക്ഷേ അത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു വിഷയം. അതായത് ബ്ലോക്കിലെയും ജില്ലയിലെയും കറക്റ്റ് വോട്ട് ചെയ്തു, പക്ഷേ ഗ്രാമപഞ്ചായത്തിലെ തെറ്റായി തന്നെ പതിച്ചു. തെറ്റായിട്ടാണ് അത് വ്യക്തമായി അവർ പ്രസ് അതാണ് നമ്മളെ മുന്നിലുള്ളൊരു ഇത്. അവർ കൈ എടുക്കാതെ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അവരെ ശ്രദ്ധയിൽപ്പെട്ടപ്പം അത് പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് ഓഫീസർ വളരെ മോശമായി പെരുമാറി, ഇടപെട്ടു? അല്ല, മോശമായല്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അടുത്തത് ചെയ്യൂ, പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കാണിച്ചു തരാം എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. 2-ാം നമ്പർ ബൂത്തിൽ എന്താണ് സംഭവിച്ചത്? 2-ാം നമ്പർ ബൂത്തിൽ ഇതുപോലെ അല്ല 1-ാം നമ്പർ ബൂത്തിൽ ഇതുപോലെ ഒരു വോട്ടർ കോണിക്ക് രേഖപ്പെടുത്തിയ സമയത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് ലൈറ്റ് തെളിഞ്ഞത്. ഇത് പരാതി കൊടുത്തോ? ഇത് രണ്ടും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടന്നോ? ഉദ്യോഗസ്ഥന്മാർ അവർ വന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? അവർ തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള നടപടി എടുക്കാം എന്നുള്ള മറുപടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ പരാതിയിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ആവശ്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം, തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണോ, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമ്മളെ ഒരു ആശങ്ക, നമ്മളെ മുന്നിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുകയാണ് ഉണ്ടായത്. കാരണം ഏകദേശം ഒരു 60%ഓളം നമുക്ക് വോട്ട് ചെയ്തു പോയതാണ്. അപ്പോൾ ഒരു ആശങ്കയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും 60% വോട്ട് രേഖപ്പെടുത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ആശങ്ക അവർക്കുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര വോട്ട് ഇത്തരത്തിൽ പതിഞ്ഞോ എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് സംശയമുണ്ട്. കാരണം തുടർച്ചയായിട്ടല്ല ഇങ്ങനെ വോട്ട് പതിഞ്ഞിരിക്കുന്നത്. കാരണം പിന്നീടുള്ള പരിശോധനയിലും തൊട്ടടുത്ത വോട്ടുകളിലൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ പിന്നീടും പലപ്പോഴായി ഇങ്ങനെ തെളിയുന്നു എന്നുള്ള ആരോപണം, ഒരു പരാതിയാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വില്ലേജ് ഓഫീസറും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും മറ്റ് പരാതികൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നുള്ള ഒരു ആവശ്യവും അവർ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി UDF സ്ഥാനാർത്ഥി. മടവൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നേരിട്ടത്. വോട്ട് താമര ചിഹ്നത്തിൽ പതിയുന്നു എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. UDF തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഏകദേശം 60%ഓളം വോട്ട് പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് എ കെ അഭിലാഷ് നൽകിയത്.